കേരളത്തിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയം തുടങ്ങിവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിന് പിണറായി വിജയനും CPM-ഉം വർഗീയ ധ്രുവീകരണം നടത്തിയെന്ന് 24-ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് PP ജെയിംസ് പരിപാടിയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു. NSSന്റെ രാഷ്ട്രീയ ലൈൻ മാറിയിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPIM വർഗീയ ധ്രുവീകരണം നടത്തുകയാണ് ചെയ്യുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയം തുടങ്ങിവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ചെന്നിത്തല 24-നോട് പറഞ്ഞു. പിണറായി വിജയനാണ് കേരളത്തിൽ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം തുടങ്ങിവെച്ചത്. കേരളത്തിൽ അങ്ങനൊന്നുമില്ലായിരുന്നു. കേരളത്തിൽ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാം ഇടകലർന്ന് ജീവിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. രാഷ്ട്രീയ അധികാരം ലഭിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM-ഉമാണ് ഇവിടെ ഈ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചത്. NSSന്റെ രാഷ്ട്രീയ ലൈൻ മാറിയിട്ടില്ലെന്നും അവർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സമദൂരം തന്നെയാണ് NSSന്റെ രാഷ്ട്രീയ നിലപാടെന്നും ചെന്നിത്തല. NSS പറഞ്ഞെന്താ, ശബരിമലയുടെ കാര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കും, പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ മാറിയിട്ടില്ലെന്ന് അവർ പറഞ്ഞേ. സമദൂരമാണ്, ആ സമദൂരത്തിൽ ഇപ്പോഴും അവർ നിൽക്കുന്നു. എന്താ തെറ്റ്? ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമില്ല, പ്രാദേശികമായ നീക്കുപോക്കുകൾ മാത്രമാണുള്ളതെന്ന UDF നേതാക്കളുടെ അഭിപ്രായം രമേശ് ചെന്നിത്തലയും ആവർത്തിച്ചു. ഞങ്ങൾ അവരുമായിട്ട് യാതൊരു രാഷ്ട്രീയ ബാന്ധവുമില്ല, ഐക്യജനാധിപത്യത്തിനുള്ള ഭാഗവുമല്ല. അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില വ്യക്തികളുമായിട്ട് സംഘടനകളുമായിട്ടൊക്കെ നീക്കുപോക്കൊക്കെ വരാൻ ഇത് മാത്രമല്ല സാധാരണഗതി ഉണ്ടാകാറുള്ളതാണ്. രമേശ് ചെന്നിത്തലയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഫയറിംഗ് ലൈൻ വിത്ത് PP ജെയിംസ് എന്ന പരിപാടിയിൽ കാണാം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.